നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം നാളെയാണ് ആരംഭിക്കുന്നത്. ആദ്യ ടെസ്റ്റ് പെർത്തിൽ വമ്പൻ വിജയമാണ് ടീം ഇന്ത്യ നേടിയിരുന്നത്. രണ്ടാം ടെസ്റ്റ് പക്ഷേ അഡലൈഡിലാണ്. ടൈമിംഗ് വ്യത്യാസമുണ്ട്. ഇത് ഡേ നൈറ്റ് ടെസ്റ്റാണ്. ഡേ നൈറ്റ് ടെസ്റ്റിൽ അത്ര നല്ല അനുഭവങ്ങളല്ല പലപ്പോഴും ഉണ്ടാവാറുള്ളത് എന്നെല്ലാവർക്കും അറിയാം. അഡലൈഡിൽ ഡേ നൈറ്റ് ടെസ്റ്റിൻ്റെ സമയക്രമം എങ്ങനെയാണ്, നമ്മളതാണ് ഈ വീഡിയോയിൽ പ്രധാനമായും പരിശോധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ടെസ്റ്റ് നമുക്കറിയാമല്ലോ, അതിരാവിലെ നമ്മൾ എഴുന്നേറ്റൊന്ന് റെഡിയാകുമ്പോഴേക്കും കളി ആരംഭിക്കും. 7:50 കളി ആരംഭിക്കും. അങ്ങനെയായിരുന്നു പെർത്തിലെ ഒരു സിസ്റ്റം. എന്ന് പറഞ്ഞാൽ ടൈം സോൺ ഡിഫറൻസ് കാരണം നമുക്ക് 7:50 ഇന്ത്യൻ സമയം 7:50 കളി തുടങ്ങുന്ന രൂപത്തിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഡേ നൈറ്റ് മത്സരമാണ്. ടൈം സോൺ ഡിഫറൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്കത് സാധാരണ ഇന്ത്യയിൽ ടെസ്റ്റ് മത്സരങ്ങൾ തുടങ്ങുന്ന സമയം അപ്പോഴാണ് ഈ മത്സരം ആരംഭിക്കുന്നത്. അവിടെ ഉച്ചക്കാണ്. പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം രാവിലെ 9:30 ടെസ്റ്റ് മത്സരം ആരംഭിക്കുക. സോ ഫസ്റ്റ് സെഷൻ രാവിലെ 9:30 മുതൽ 11:30 വരെയാണ്. പിന്നെ ലഞ്ച് ബ്രേക്ക് വരും. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് സെക്കൻഡ് സെഷൻ 12:10 ആരംഭിക്കും. ഉച്ചതിരിഞ്ഞ് 12:10 ഉച്ചയ്ക്ക് 12:10 മുതൽ 2:10 വരെയാണ് സെക്കൻഡ് സെഷൻ. അത് കഴിഞ്ഞ് ടീ ആവും. ടീ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2:30 ഉച്ചതിരിഞ്ഞ് 2:30 മൂന്നാം സെഷൻ ആരംഭിക്കുക. 4:30 വരെ. ഇതാണ് ഇപ്പോൾ ഷെഡ്യൂൾ ഉള്ളത്. പിന്നെ നമുക്കറിയാമല്ലോ, ലാസ്റ്റ് സെഷനൊക്കെ ചിലപ്പോൾ അങ്ങ് നീണ്ടുപോകും. മത്സരത്തിലെ സമയമൊക്കെ മിസ്സാവുന്നതും ഓവർ മിസ്സാവുന്നതും ഒക്കെ ബന്ധപ്പെട്ട് അതങ്ങ് 5 മണി വരെയൊക്കെ നീണ്ടു പോകാം. ഏതായാലും ഈ സമയക്രമം ശ്രദ്ധിക്കുക. കഴിഞ്ഞ കളി പോലെ 7:50 കാത്തിരിക്കേണ്ടതില്ല. രാവിലെ ഇന്ത്യൻ സമയം 9:30 ഈ ടെസ്റ്റ് മത്സരം ആരംഭിക്കുക. എന്തായാലും ഓസ്ട്രേലിയ അവരുടെ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെയിം പ്ലേയിങ് 11 നിന്ന് പരിക്കേറ്റ ജോഷ് ഹേസൽവുഡിനെ മാറ്റി സ്കോട്ട് ബോളണ്ടിനെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നു. അതാണ് അവരുടെ പ്ലേയിങ് 11 മാറ്റം. നമുക്ക് എന്തായാലും ഇന്ത്യൻ ടീമിൽ 2 മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വരും വീഡിയോകളിൽ നമുക്ക് വിശദമായിട്ട് പറയാം. എന്തായാലും രോഹിത്തും ഗില്ലും പ്ലേയിങ് 11 വരുമ്പോൾ നിർബന്ധമായിട്ടും 2 മാറ്റങ്ങളുണ്ടാവും. മറ്റു മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.